തനുവിൻ്റെ കൊഞ്ചുകൊണ്ടുള്ള സംസാരം എത്ര കേട്ടാലും ഇന്ദ്രജിത്തിന് മതിയാവില്ലായിരുന്നു. അവളുടെ ഉരുണ്ടു തൊടുത്ത കവിളുകൾ എത്ര തവണ ഉമ്മ വച്ചാലും അവന് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. തച്ചുവെങ്കിൽ നമുക്ക് മുത്തശ്ശനെ വിളിച്ചു കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് കളിക്കാം എന്ന് തനു പറഞ്ഞപ്പോൾ അവളുടെ ആ കുഞ്ഞുമുഖത്ത് പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വേണ്ട തനു, അവർ അവിടെ ജോലി ചെയ്യുകയാ. അവരെ വെറുതെ ശല്യപ്പെടുത്തണ്ട. നമുക്കിവിടെ തന്നെ വേറെ എന്തെങ്കിലും കളി കളിക്കാം. എന്ത് കളിയാ കളിക്കുക? താടിയിൽ വിരൽ വെച്ച് ആലോചിച്ചുകൊണ്ട് കുഞ്ഞ് ചോദിച്ചു. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഞാൻ കണ്ണു പൂട്ടിപ്പിടിക്കാം, നീ പോയി ഒളിക്കണം. ഓക്കെ ഓക്കെ, പക്ഷെ ചീറ്റിംഗ് ചെയ്യാൻ പാടില്ല കേട്ടോ, തൻ്റെ കുഞ്ഞു വിരൽ ചൂണ്ടി തനു കർശനമായി പറഞ്ഞു. അവളോട് യോജിച്ചുകൊണ്ട് ഇന്ദ്രജിത്തും തലയാട്ടി. ഞാൻ 10 വരെ എണ്ണം, അതിനുള്ളിൽ നീ എവിടെയെങ്കിലും പോയി ഒളിക്കണം, അവൻ പറഞ്ഞു. വേഗം എണ്ണ, എനിക്ക് ഒളിക്കണം. അവൾ കൊഞ്ചലോട് തിടുക്കം കൂട്ടിയപ്പോൾ അവന് ചിരി പൊട്ടി. ഇന്ദ്രജിത്ത് തൻ്റെ ഇരു കൈകൾ കൊണ്ടും കണ്ണുകൾ പൊത്തി എണ്ണാൻ തുടങ്ങി. കുഞ്ഞുടുപ്പി എവിടെയായിരിക്കും ഒളിക്കുക എന്നറിയാൻ അവൻ മനഃപൂർവ്വം വളരെ പതുക്കെയാണ് എണ്ണിക്കൊണ്ടേയിരുന്നത്. കുഞ്ഞിന് ഒളിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടട്ടെ എന്ന് കരുതി. അടുത്ത നിമിഷം ജനൽവിരിയുടെ പിന്നിലേക്ക് അവൾ തൻ്റെ കുഞ്ഞു ശരീരം ഒളിപ്പിച്ചു. ജനൽവിരി അല്പം മാറ്റി, കണ്ടുപിടിച്ചാൽ തോറ്റു കൊടുക്കണം കേട്ടോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു തനു പൊട്ടിച്ചിരിച്ചു. തേച്ചുവെങ്കിൽ ഇനി ഞാൻ കണ്ണ് പൂട്ടിപ്പിടിക്കാം, നിങ്ങൾ പോയി ഒളിക്ക്. പ്രോമിസ്, ഞാൻ ചീറ്റിംഗ് ചെയ്യില്ല, ഇതുപോലെ കണ്ണു പൂട്ടിപ്പിടിക്കും എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി കാണിച്ചു. ഇത്രയും സ്നേഹത്തോടെ കുറുമ്പോടെയും സംസാരിക്കുന്ന ഒരു കുഞ്ഞിനോട് ആർക്കാണ് വാത്സല്യം തോന്നാത്തത്? ശരി എൻ്റെ കണ്ണ, നീ എണ്ണിക്കോ, അവൻ പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10. ഒറ്റ ശ്വാസത്തിൽ എണ്ണി തീർത്ത് അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. കട്ടിൽ നിന്നിറങ്ങി ഇന്ദ്രജിത്തിനെ തിരിഞ്ഞുകൊണ്ട് കണ്ണുകൾ പായിച്ചു. തെച്ചുവെങ്കിൽ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എനിക്ക് തെച്ചുവെങ്കിൽ ചീത്തയാ, ഞാൻ കണ്ടുപിടിച്ചു, അവിടെ. സന്തോഷം കൊണ്ട് കൈകൾ കൊട്ടി തുള്ളിച്ചാടി അവൾ. കട്ടിലിനടിയിലേക്ക് നോക്കി തറയിലൂടെ ഇഴഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നു. തെച്ചുവെങ്കിൽ നിങ്ങൾ തന്നെ, അവൾ ഉറക്കെ വിളിച്ചു കൂവി. ശരി എൻ്റെ പൊന്നുമോളെ, ഞാൻ തോറ്റു, ഇന്ദ്രജിത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കട്ടിലിനടിയിലാണ് കാര്യം മറന്ന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ മുതിർന്ന കുഞ്ഞിനെ കണ്ട് അവൻ പരിഭ്രാന്തനായി. അവളുടെ തല കട്ടിലിടിച്ച് മുറിവേൽക്കാതിരിക്കാൻ അവൻ വേഗത്തിൽ തൻ്റെ കൈ അവളുടെ തലയ്ക്ക് മുകളിലായി അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു. കണ്ണ, ഒരു മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്ക്, തലയിൽ തട്ടും എന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ കട്ടിലിനടിയിൽ നിന്നും പതുക്കെ പുറത്തെടുത്തു. ഇനി കളിച്ചതൊക്കെ മതി, നേരം ഇരുട്ടാവുന്നു. ശരി മോളെ, പക്ഷെ നിന്റെ ഡ്രസ്സും ബാഗും ബുക്കുമൊക്കെ ചെയ്തു വീട്ടിലല്ലേ ഉള്ളത്? അതൊക്കെ പാക്ക് ചെയ്തെടുത്തു കൊണ്ടുവന്നിട്ട് പോരെ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാൻ? നീ നല്ല കുട്ടിയല്ലേ, ഇപ്പോൾ ഞാൻ പറയുന്നതല്ലേ കേൾക്കേണ്ടത്? അമ്മ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും, നമുക്ക് വേഗം പോകാം, ഇരുട്ടാവുന്നുണ്ട്. അവളുടെ കുഞ്ഞുമുക്കിൽ തൻ്റെ മുഖം കൊണ്ട് പതുക്കെ ഉരസിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ മുഖം ചുളിച്ചുകൊണ്ട് ശരി പോകാം, അമ്മ കാത്തിരിക്കുകയല്ലേ എന്ന് സമ്മതിച്ചു. ശരി, നിനക്ക് ഈ എലിഫന്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടതല്ലേ, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞവൻ വില കൂടിയ ആനയുടെ ഷോപ്പീസ് കുഞ്ഞിന് സമ്മാനിച്ചു. അമ്മ വഴക്ക് പറയില്ലേ ഇത് കൊണ്ടുവന്നതിന്? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. തൻ്റെ കുഞ്ഞു കൈകൾ വീശി അവൾ യാത്ര പറഞ്ഞു. ബായ് അമ്മൂമ്മേ, ബായ് മുത്തശ്ശ. അവളുടെ കവളിൽ തലോടെ മുത്തം നൽകിക്കൊണ്ട് ശങ്കറും പറഞ്ഞു. ബായ് തനുമോളെ. പിന്നീട് യാമിയിൽ നിന്നും അവൻ്റെ വീടിൻ്റെ വിലാസം ചോദിച്ചറിഞ്ഞ് അവൻ കുഞ്ഞിനെ കാറിൽ കയറ്റി. യാത്രക്കിടയിൽ തനു ചോദിച്ചു. തെച്ചു അങ്കിൾ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവളുടെ പപ്പ അവൾക്ക് നല്ല ബിരിയാണി വാങ്ങിക്കൊടുക്കുമത്രേ, ഭക്ഷണം വാരിക്കൊടുക്കുമത്രേ, ഹോംവർക്ക് ചെയ്തു കൊടുക്കുമത്രേ, കൂടെ കളിക്കുമത്രേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പപ്പയല്ലേ? അത് കേട്ടതും അവന് എന്തു മറുപടി പറയണമെന്ന് അറിയാതെയായി. നെഞ്ചിൽ ഒരു വിങ്ങലും പരവേശവും അനുഭവപ്പെട്ടു. അല്ല കണ്ണ, ഞാൻ നിന്റെ പപ്പയല്ല, അവൻ പതുക്കെ പറഞ്ഞു. നിർത്തിയപ്പോൾ അവളുടെ മുഖം പാടി. അങ്ങനെയല്ലേ? അവൾ സങ്കടത്തോടെ മിഴികൾ പൂഴ്ത്തി. അവനത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. നിന്റെ അച്ഛനെ നീ കണ്ടിട്ടുണ്ടോ ഒരു വട്ടം പോലും? അവൻ വീണ്ടും ചോദിച്ചു. അച്ഛനെ എനിക്കറിയില്ല. അച്ഛൻ്റെ സ്നേഹം എന്തെന്നറിയാതെ വളരുന്ന ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്ത് ഇന്ദ്രജിത്തിൻ്റെ ഉള്ളം നൊന്തു. അവന് വല്ലാത്തൊരു ശൂന്യത തോന്നി. കുഞ്ഞിൻ്റെ ആ വാടിയ മുഖം കാണാൻ അവന് കഴിയുമായിരുന്നില്ല. എൻ്റെ കണ്ണൻ, സങ്കടപ്പെടേണ്ട കേട്ടോ,
പപ്പയുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്തൊക്കെ വാങ്ങിത്തരുമായിരുന്നു. അതൊക്കെ അങ്കിൾ വാങ്ങിത്തരും. അവൻ അവളെ ആശ്വസിപ്പിച്ചു. സത്യമാണോ? അവളുടെ കണ്ണുകൾ തിളങ്ങി. സന്തോഷം കൊണ്ട് സീറ്റിലിരുന്ന് തുള്ളിച്ചാടാൻ അവൾ ശ്രമിച്ചു. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിൽ അവൻ വണ്ടിയുടെ ബ്രേക്ക് അമർത്തി. കുഞ്ഞിന് സന്തോഷം വന്നാൽ നിൽപ്പിൽ തന്നെ ഇന്ദ്രജിത്ത് ഓർത്തു. ഇതാണോ മോളുടെ വീട്? അവൻ ചോദിച്ചു. അതെയെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വീട്. അവൾ പറഞ്ഞതും അവളെയും കയ്യിലെടുത്ത് അവൻ വാതിലിനരികിലേക്ക് നടന്ന് ബെല്ലടിച്ചു. അതേസമയം അലക്കിയ തുണികളൊക്കെ ഒതുക്കി വെച്ച് കുളിക്കാനായി പോവുകയായിരുന്നു കാവേരി. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോൾ ആരാണ് എന്നവൾ അകത്തുനിന്ന് വിളിച്ചു. അമ്മേ, ഞാനാ. കൂടെ ദച്ചു അങ്കിളും വന്നിട്ടുണ്ട്. തനു കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. ദാ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, അകത്തേക്ക് വരൂ. അകത്തുനിന്ന് വീണ്ടും മറുപടി വന്നു. വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ദ്രജിത്ത് പതുക്കെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. കുഞ്ഞിനെ അവിടെയുണ്ടായിരുന്ന സോഫയിലിരുത്തി അവൻ ചുറ്റും നോക്കി. എല്ലാം ഭംഗിയായി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു വീട്. അത് അത്രയും വൃത്തിയായി സൂക്ഷിച്ചിരുന്നത് കാവേരി തന്നെയായിരുന്നു. കണ്ണ, ഇതാ, നിനക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് കുഞ്ഞിൻ്റെ കൈകളിൽ കൊടുത്തു. മിഠായി അയച്ചുതാ എന്ന് കുഞ്ഞു പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ചോക്ലേറ്റ് കവർ പൊളിച്ചു നൽകി. അവൾ സന്തോഷം കൊണ്ട് അത് കഴിച്ചുകൊണ്ട് അവിടെയായിരുന്നു. ഇന്ദ്രൻ സാർ, 5 മിനിറ്റിൽ ഞാൻ വരാം. ഞാൻ കുളിക്കാൻ കയറിയതായിരുന്നു. ദാ തുണി മാറുകയാണ്. അവിടെ ഒന്നിരിക്കൂ, ഞാൻ വേഗം വരാം. മുറിയിൽ നിന്നും കാവേരി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം, അവൻ മറുപടി നൽകി. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. മുറിയുടെ വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിയാതെ ആരെങ്കിലും അത് അല്പം തുറന്ന് കിടപ്പുണ്ടായിരുന്നു. ആ വാതിലിന്റെ വിടവിലൂടെ അവൾ സാരി ഉടുക്കുന്ന ദൃശ്യം അവന്റെ കണ്ണിൽപ്പെട്ടു. അർദ്ധനഗ്നയായ അവളുടെ ആ രൂപം ഇന്ദ്രജിത്തിന്റെ കണ്ണുകളെ ഈർപ്പമുള്ളതാക്കി. സാരിയുടെ ഞൊരുകൾ വിരലുകൾക്കിടയിൽ ഒതുക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. കാവേരി അതേ തിടുക്കത്തിലായിരുന്നു. താൻ നിൽക്കുന്നിടത്തുനിന്ന് ആ ദൃശ്യം കണ്ടുകൊണ്ട് ഇന്ദ്രജിത്ത് ശില കണക്കെ നിന്നുപോയി. അവളുടെ മെലിഞ്ഞ അരക്കെട്ടും മാറിടത്തിന്റെ വന്യതയും കണ്ടു നിന്നവൻ താൻ എന്താണ് ചെയ്തതെന്ന് ബോധം പോലും മറന്നുപോയി. അപ്പോഴേക്കും അവൾ സാരി ഉടുത്തു കഴിഞ്ഞ് മുന്താണി തോളിലേക്ക് ഇട്ടിരുന്നു. ഡാമിറ്റ് എന്ന് അവൻ സ്വയം പെറുപെറുത്തു. അപ്പോഴേക്കും വാതിൽ തുറന്ന് കാവേരി പുറത്തേക്ക് വന്നു. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ അവളുടെ നേർക്ക് തിരിയാതെ പുറം തിരിഞ്ഞു നിന്നു. സർ, നിങ്ങളെന്താണ് ഇവിടെ തന്നെ നിൽക്കുന്നത്? അവൾ ചോദിച്ചപ്പോൾ അവൻ്റെ നാവുണങ്ങിപ്പോയി. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഞാൻ അവളെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് അവൾക്ക് സംശയം തോന്നിയിരിക്കുമോ എന്നോർത്തപ്പോൾ അവൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. സർ, എന്തുപറ്റി? ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ആ വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്? അറിയൂ ഓക്കെ? അവൾ ഒരു മറുപടിയും നൽകാതിരുന്നപ്പോൾ കാവേരി വീണ്ടും ചോദിച്ചു. അവൻ്റെ കൈകൾ നേർത്ത് വിറക്കാൻ തുടങ്ങിയിരുന്നു. തൊണ്ട വരണ്ടുണങ്ങി. അവൾക്ക് മുഖം കൊടുക്കാതെ അവൾ അവൻ്റെ കൈ പിടിച്ചു. അവൻ്റെ നെറ്റിൽ വിയർപ്പ് തുള്ളികൾ ഒഴുകി. മെല്ലെ തൻ്റെ കൈ വിടുവിച്ച് അവൻ പറഞ്ഞു. ഇല്ല, എനിക്ക് പോകണം. ചെറിയൊരു എമർജൻസി ഉണ്ട്. പിന്നെ കാണാം. അവൾക്ക് നേരെ മുഖം പോലും തിരിക്കാതെ അവൻ അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി. ബായ് അങ്കിൾ എന്ന് തനുക്കുട്ടി വിളിച്ചു പറഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല. കാവേരി ഇത് വളരെ വിചിത്രമായി തോന്നി. പെട്ടെന്ന് ഇവർക്കിതെന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയത് എന്ന് അവൾക്കൊട്ടും മനസ്സിലായില്ല. ഇന്ദ്രജിത്തിന്റെ പെരുമാറ്റം കാവേരിക്ക് വിചിത്രമായി തോന്നി. വീട് വരെ വന്നിട്ടും തന്നോട് സംസാരിക്കാതെ മുഖം പോലും കാണിക്കാതെ പോയല്ലോ. എന്തുകൊണ്ടായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായില്ല. തന്നെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് വല്ല കുസൃതിയും ഒപ്പിച്ചോ എന്ന സംശയത്തോടെ അവൾ കുഞ്ഞു തനുവിനെ അടുത്തേക്ക് ചെന്നു. ആ മിടുക്കി കുട്ടി ചോക്ലേറ്റ് മുഖത്തെല്ലാം പുരട്ടി കയക്കുന്നുണ്ടായിരുന്നു. തനു, നീ അവരുടെ വീട്ടിൽ വല്ല കുസൃതിയും കാണിച്ചോ? നിന്റെ അങ്ങളിന് വിഷമമാകുന്നത് വല്ലതും ചെയ്തോ നീ? അവൾ കുട്ടിയോട് ചോദിച്ചു. ഇല്ല അമ്മ, പ്രോമിസ്, ഞാൻ ഒന്നും ചെയ്തില്ല. തെച്ചങ്ങളുടെ കൂടെ കളിക്കുകയായിരുന്നു. പിന്നെ ഈ എലിഫന്റ് തന്നു, ചോക്ലേറ്റും തന്നു. അവളുടെ കയ്യിലുള്ള ആനയുടെ ഷോപ്പീസ് എടുത്ത് നോക്കിക്കൊണ്ട് കാവേരി ചോദിച്ചു. കുഞ്ഞി, നീ എന്തിനാ എടുത്തു പോകുന്നത്? ഇത് കളിക്കാനുള്ള സാധനമല്ല. അങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ എടുത്തു കൊണ്ടുവരാവോ? അത് തെറ്റല്ലേ? അവൾ അല്പം ഗൗരവത്തോടെ ശബ്ദത്തിൽ കുഞ്ഞിയോടായി ചോദിച്ചു. മീച്ചു നോക്കിക്കൊണ്ട് കുട്ടി അമ്മയെ നോക്കി പറഞ്ഞു. അമ്മേ, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ തെച്ചുവെങ്കിൽ തന്നതാ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോളെ. ഇത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇനി അവരെ കാണുമ്പോൾ ഉടനെ തന്നെ കൊടുക്കണം നീ. അത് വളരെ വില കൂടിയൊരു വസ്തുവാണ്. അവൾക്ക് മനസ്സിലായി. ആദ്യം തനുക്കുട്ടി മുഖം ചുളിച്ചു. ഞാൻ പറഞ്ഞത് നിനക്ക് വല്ലതും മനസ്സിലായില്ലേ?
അവൾ ആലോചനയിലാണ്ട്. ഇനിമേൽ കുട്ടിയെ അവരുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന് കാവേരി മനസ്സിലുറപ്പിച്ചു. ഇപ്പുറത്ത് കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രജിത്തിന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അവളുടെ വീട്ടിൽ താൻ പെരുമാറിയ രീതിയെക്കുറിച്ച് ഓർത്ത് അവന് സ്വയം ലജ്ജ തോന്നി. ഇതുവരെ ഒരു സ്ത്രീയെ മോശം കണ്ണോടെ അവൻ നോക്കിയിട്ടില്ലാത്തവനാണ് ഇന്ദ്രജിത്ത്. എന്നും അവൻ മോശം കണ്ണോടെയല്ല നോക്കിയത്. എങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ അരികിലേക്ക് ചെന്നത് തെറ്റാണ്. താൻ അവളെ എങ്ങനെയാണ് നോക്കിയതെന്ന് അവൾ മനസ്സിലായിട്ടുണ്ടാകുമോ? അവളുടെ മുന്നിൽ താൻ എത്രത്തോളം ചെറുതായി പോയി, അങ്ങനെ ഒരു ഭാവം അവനിലുമുണ്ടായി. ഒരു തവണ കണ്ണുകൾ പൂട്ടി ദീർഘമായി ശ്വാസമെടുത്ത് അവൻ അവളുടെ കോൾ സ്വീകരിച്ചു. ഹലോ ഇന്ദ്രജിത്ത് സർ, എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ എന്നോട് ശരിക്കും സംസാരിക്കാതെ ഇറങ്ങിപ്പോയത്? എൻ്റെ ഭാഗത്തു നിന്ന് വല്ല തെറ്റും പറ്റിയോ? അതോ മകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്കെന്തെങ്കിലും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ വല്ലതും ചെയ്തോ? അവൾ എന്ത് ചെയ്താലും ഐ എം സോറി. ഇതുകൊണ്ടാണ് ഞാൻ മകളെ അങ്ങോട്ട് അയക്കേണ്ട എന്ന് പറഞ്ഞത്. അവൾ ഒരേ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. തൻ്റെ വീട്ടിൽ അവൻ്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു അവളുടെ മനസ്സിൽ ഭയമുണ്ടാക്കിയ രീതിയിൽ. വളരെ കഷ്ടപ്പെട്ട് സാധാരണ നിലയിലായിക്കൊണ്ട് അവൻ പറഞ്ഞു, ചേച്ചേ അങ്ങനെയൊന്നുമില്ല. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കാവേരിക്ക് അല്പം ആശ്വാസം തോന്നി. അത്രയുള്ളൂ, ഞാൻ പേടിച്ചു പോയി. എപ്പോഴും വരാമെന്ന് പറയുമല്ലോ, ഇതുകൊണ്ടാണ് ഞായറാഴ്ച ഊണിന് വരണം. അന്ന് തീർച്ചയായും നിങ്ങൾ വരണം. പിന്നെ ആ ഷോപ്പീസ് എന്തിനാ കുട്ടിക്ക് കൊടുത്തത്? അത് കണ്ടിട്ട് വളരെ വില കൂടിയതാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കൊടുത്തതാ. സാരമില്ല, വിടൂ. കുട്ടിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. പക്ഷെ അതൊരു ഷോപ്പീസാണ്. അത് കൊടുത്തത് കൊണ്ട് ഞാൻ തെരുവിലൊന്നും ആകില്ലല്ലോ. അത് വിട്ടേക്കൂ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനോട് സംസാരിച്ചതിന് ശേഷം അവളുടെ മനസ്സും അല്പം ശാന്തമായി. എങ്കിലും നിങ്ങൾ ഇനി അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകരുത്, അതവൾക്ക് ശീലമായി മാറും, അവൾ പറഞ്ഞു. ഇത്രയും വർഷത്തിനിടയിൽ അവൾ ചോദിച്ചതെല്ലാം വാങ്ങി നൽകി താൻ അവളെ ശീലിപ്പിച്ചിട്ടില്ല. അവളുടെ വീട്ടിൽ കളിക്കാനുള്ള സാധനങ്ങളും പാവകളും കുറവല്ല. അന്ന് രാത്രി ഇന്ദ്രജിത്ത് പറഞ്ഞ് പെയിൻറ്റിങ് പൂർത്തിയാക്കുന്ന ജോലിയിലാണ് കാവേരി. ഒരുപാട് സമയമായിട്ടും അവളുടെ തനുവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാനില്ലായിരുന്നു. വീട്ടിൽ ഇത്രയും നിശബ്ദതയുണ്ടെങ്കിൽ തീർച്ചയായും ആ കുറുമ്പി എന്തെങ്കിലും വലിയ കുസൃതി ഒപ്പിക്കുകയാണെന്ന് അർത്ഥം. അത് ശ്രദ്ധിച്ച കാവേരി ഇവളിത് എന്തെടുക്കുകയെ, ഒരു ശബ്ദവുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൈ കഴുകി അവളെ തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് നടന്നു.